ലെവൽ ഡെവൽ കളിക്കാം. ഈ ലെവൽ ഡെവലാണ് ഞാൻ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും കളിച്ച് തീർന്ന സാധനം. നമ്മളിപ്പോ കളിച്ചിട്ട് കാര്യമില്ല. ഇത് ഔട്ടായി എനിക്ക് തോന്നുന്നു ഇത് ഔട്ടായി ഈ ഗെയിം. ദേഷ്യം പിടിപ്പിക്കുന്നല്ലേ ഇത്. കൊറേ ആൾക്കാർ കളിച്ച് അവിടെ 2 പ്ലെയർ കളിക്കാൻ പറ്റിയത്. 2 പ്ലെയർ കളിക്കാൻ പറ്റുമോ? അതെങ്ങനെ ഒരു പീസിൽ തന്നെ രണ്ടാ കളിക്കാൻ പറ്റുമോ? എങ്ങനെ 2 പ്ലെയർ? ആദ്യം 1 പ്ലെയർ കളിക്കാം. 11 അങ്ങനത്തന്നെ WSD എന്നല്ലേ? മാരങ്ങോട്ട് കളിക്കട്ടെ. നീ പറയടാ, നീ എന്നാ ചത്ത് ഇവിടെ എത്തുമ്പോ അങ്ങോട്ട് പറയാ. എല്ലാരും വേഗം സമാനത്തിരുന്ന് കളിക്കണം. എല്ലാരും സമാനത്തിരുന്ന് കളിക്കട്ടെ. മോനെ ഈസി ബേബി. അടങ്ങുണ്ടാവും കുഴി. എനിക്ക് തോന്നി ഇവനെ അറിയാന്ന്. എനിക്കിന്ന് റൂട്ടറിന്റെ പണി കിട്ടിയത് ഇവനക്ക് അറിയാൻ തോന്നട്ടാ. അപ്പൊ ഇത് അവിടെ എത്തിയിട്ട് തിരിച്ച് നടക്കാല. ലെറ്റ്സ് ഗോ. ഇത് എത്ര ലെവൽ എത്രയായി ഇപ്പോ? 3. നീ എവിടെ അവതരിപ്പിക്കുന്ന അവസ്ഥ? എടാ നിങ്ങളോടല്ലേ ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞ. ഒന്ന് അങ്ങോട്ട്. എനിക്ക് സമാധാനത്തിൽ കളിക്കണം. ഇതെനിക്ക് ഒരു 10 മിനിറ്റ് കളിക്കണമെങ്കിൽ സമാധാനം വേണം. ഒന്ന് അങ്ങോട്ട് പോയെല്ലാരും. ഒരുമാതിരി സ്പീഡിൽ ഓടിക്കും. എടാ ഇത് ഈസി സംഭവമാണ്. ഇതിനാണ് കുറെ ആൾക്കാർ. ആണോ? എന്നാ എന്റെ മോൻ വന്ന് കളിച്ചേ, ഒന്ന് തീർത്ത. അല്ല ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടെ. ജാസി കളിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടെ. അവൻ പറയുന്നത് ഈസി ആണെന്നില്ല. ജാസി പറയുന്നത് ഈസി ആണെന്നില്ല. മാറ അങ്ങോട്ട്. എടാ ഞങ്ങക്ക് ഇതെന്താ പോർച്ചുഗലിന്റെ ഇത്? ഓ പറ്റിക്കാന്ന് വിചാരിച്ചാടാ. ആരോടാണ് കളിക്കുന്നത്? ഇതെന്താ ഇതിലും തന്നെ നോക്കുന്നേടാ. ഇവന്മാർ തന്നെ നോക്കുന്നേന്ന് ഉറപ്പാ. ഇതിലും പരസ്യം. എങ്ങനെയാ ഇതെങ്ങനെയാ? സ്പേസ് നോക്കിയല്ലോ, വരുന്നല്ലോ. ഞാൻ ചാടാൻ പറഞ്ഞു. നീ പോട്ടെ. അതറിയാം ഈ ഗെയിമുകാർക്ക് അറിയാം. ഇങ്ങനെ പോലെ റാമോനെ പോലത്തെ മണ്ടന്മാർ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനത്തെ വെക്കുന്നത്. ചാടണ്ടേ? അങ്ങനല്ല. അത് ചാടുന്ന പോലെ അഭിനയിക്കണം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ആരോട് കളി? ഇപ്പൊ ഇത് വരും. ഇപ്പൊ ഒരു പണി വരും. അതിപ്പോ ഓടും. ഓഫാവുന്നത് ഞാൻ മറന്നു. ഞാൻ വേറെന്തോ കാര്യം എനിക്ക് ഗെയിം കളിക്കുന്നതിൽ ഫോക്കസ് ഇല്ലല്ലേ ശരിക്കും? നിക്ക് ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കൊണക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങൾക്കത് അറിയാലോ. ഞാൻ വിദ്യ അങ്ങനെ ചെയ്ത്
എനക്ക് വന്ന് ഇതില്ല റൈറ്റ് ഇത് പറ്റിപ്പാന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സാധനം ഇപ്പുറത്തേക്ക് വരും. തുള്ളിക്കോ. കണ്ട. അല്ല അത് പറഞ്ഞ പോലെ തന്നെ അല്ല. ഞാൻ പറഞ്ഞു. എന്നിട്ട് നിക്ക് അപ്പൊ തന്നെ ഒരു സാധനം വരും. അപ്പൊ തുള്ളണം. തുള്ളിക്കോ. എടുത്തെത്തുമ്പോ തുള്ളിയാമേ. ഞാൻ പറഞ്ഞു നിക്ക് എനക്ക് വന്ന് എന്നാ നമുക്ക് ഇവര് ചിന്തിക്കാത്ത ലെവലിൽ ലെഫ്റ്റ് തുള്ളിയാലോ? Brilliant Malayalam Meter Meters Festival June മുതൽ ആരംഭിക്കുന്നു. Why Brilliant എന്നാണ് 2024 All India ഓണാ അതിന്റെ എല്ലായിടത്തും ആഡ്. ഈ ലോകം മൊത്തം ആഡാന്ന് തോന്നിട്ട് എനിക്ക്. റൈറ്റിലേക്കുള്ളൂ, റൈറ്റിലേക്ക്. ഇതിന്റെ ആഡ് ഇല്ലാത്ത വേർഷൻ ഉണ്ടോ ചാറ്റ്? സോളോ പറയുന്നുണ്ട്. പോടാ എന്റെ ഗെയിമെല്ലാം കളിക്കുമ്പോ സോളോ ഒറ്റക്ക് കളിക്കണ്ടത്. ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വെക്കുന്നത് നല്ലത്. എന്റെ അവിടെ ഗെയിം കളിക്കുമ്പോ സോളോ ആണ് അതിന്റെ ഒരു ഇത്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടൂല. നിൽക്കാ ഒരു മിനിറ്റ്. എങ്ങോട്ടായിരുന്നു? റൈറ്റിലല്ലേ ഏട്ടന്റെ? അപ്പൊ തന്നെ ചാടണോ അല്ലേ? റൈറ്റിലേക്ക് തുള്ളുക. ആക്കുന്ന പോലെ ആക്കി. റൈറ്റ് എന്നിട്ട് ഓടുക. അല്ല ഓടുക. എന്തൊരു ബുദ്ധിയാണ്. ഏത് ബുദ്ധി മോനെ. ഇവര് അത്രയും വയസ്സുണ്ട്. ഇവനെന്ത് ഈ സൗണ്ടിലല്ല സംസാരിക്കുന്നത്? ഇവര് അത്രയും വയസ്സില്ല. ഇവന് 40-60 ഉണ്ട്. ഇവന് കല്യാണം കഴിഞ്ഞല്ലടാ. 2 മക്കളും ഉണ്ട് എനിക്ക്. നിക്ക് ഇതെന്തോ ചതി എനിക്ക് മണക്കുന്നുണ്ട്. താഴേക്ക് തുള്ളരുത് ഒരിക്കലും. അതന്നെ അത് ഇട്ടാ നീ. ചതി മണക്കുന്നില്ല. ഇല്ല താഴെ ചാടി ഇവർ പണി തരും. തുള്ളിയവാട് കയറോ? അല്ല എന്നാ കുറച്ച് പോവാൻ തോന്നുന്നു. പ്രശ്നമൊന്നുമില്ല. മുമ്പോട്ട് പോവാം. എന്തോ ഉണ്ട്. ചാടിയോ? ഇല്ല ഒരു കുഴപ്പമില്ല. മുമ്പോട്ടേക്ക് ഇത് നമ്മളെ പറ്റിക്കുന്നത്. നമ്മ എന്തോ പ്രശ്നമുണ്ട് വിചാരിച്ച് ഇങ്ങനെ കളിക്കല്ല. മോനെ ഒരു ലെവൽ പോലും നോക്കാണ്ട് ഞാൻ ഇത് ജയിക്കുന്ന നോക്കിയ 3 ലൈഫ്. ഓക്കെ റൂൾ 3 ലൈഫ്. തേർഡ് ലിങ്കോ ബ്രോ? സോളോ സ്ട്രീം തേർഡ് ലിങ്കോ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഞാൻ കളിച്ചു വെച്ചത്ര കിട്ടുമോ എനിക്ക്? ആദ്യം മുതൽ കളിക്കേണ്ടി വരില്ലേ? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവിടെ ഒരു മിനിറ്റ്. റൂട്ടറിന്റെ മെസ്സേജ് വന്നല്ലോ. എടാ ഇഷ്യൂ സെറ്റാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ചെയ്യണ്ടല്ലോ ചാറ്റ്. എടാ റൂട്ടറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇഷ്യൂ സെറ്റാക്കി ബഗ് മൊത്തം ഫിക്സ് ചെയ്ത് തിരിച്ചു വരൂ മകനെ, മടങ്ങി വരൂ മകനെ എന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ ചാറ്റ് പറ? പോണ്ടല്ലോ. ഇന്ന് ഇനിയിപ്പോ ഇതിൽ തന്നെ ചെയ്യാം. നമുക്ക് നാളെ പോവാ നല്ല. നാളെ പോവാ. അല്ല ചാറ്റ് പറ. ഒരു മിനിറ്റ് പോനാ. ചാറ്റ് പറ എന്താ ചെയ്യണ്ടേ? റൂട്ടർ മടങ്ങി വാ മകനെ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാസ്ട്രോ കഴിയുമ്പോൾ അതിലാന്ന് സ്ട്രീം ചെയ്യുന്ന ഓനിക്കൊന്നും ആയിട്ടുള്ള പ്രശ്നമില്ലല്ലോ. ഇപ്പൊ അല്ലേ ഫിക്സ് ചെയ്തില്ലെന്നാ പറയുന്നത്. എന്താ ചെയ്യണ്ട ചാറ്റ് പറ. അങ്ങനെ വെറുതെ പറ്റിക്കൂല. ചിലപ്പോ ഒരു സെറ്റപ്പ് പറഞ്ഞു പറയാൻ പറ്റില്ല. നമുക്ക് നാളെ പ്രൈവറ്റ് ലൈവ് ഇട്ട് നോക്കിയിട്ട് അതാ നല്ലത്. പ്രൈവറ്റ് ഇവരെ കളിയാക്കല എനിക്ക് കഴിക്കാൻ കഴിയില്ല. ഇവന്മാർ പോയിട്ട് പിന്നെയും ആഡ് എന്തായാലും അല്ലെങ്കിൽ ബഗ്ഗ ടെക്നിക്കലി പ്രശ്നമായിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഇവന്മാർ എന്നെ പിന്നെയും കളിയാക്കും. വേണ്ട നാളെ പോവാ. എടാ എന്തായാലും എല്ലാരും ഇത് റൂട്ടർ ഇതാക്കി വെച്ചോ, ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. നിക്ക് ലിങ്ക് ഞാൻ ചാറ്റിൽ പിൻ ചെയ്തിട്ടോ. എടാ നാളെ ഓക്കെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും റൂട്ടർ കയറ്റി വെക്കും. നാളെ നമുക്ക് റൂട്ടർ കളിക്കാം. റൂട്ടറിൽ സ്ട്രീം ചെയ്യാം. ഓക്കെ ഇന്ന് എനിക്ക് എന്തോ ഒരു ഉറപ്പില്ല. പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും ബഗ് ഉണ്ടാവും. നാളെ ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് പോവാം. ഓക്കെ ഇത് എത്രാമത്തെ ലെവലാ? ഇതെന്തോ വരാനുണ്ടാ. അറിയാടാ കൊറേ കണ്ടതാടാ നിന്റെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പും. കൊറേ കണ്ടിട്ടുണ്ടോ ഇതെല്ലാം? ആരോട് അഡ്വർടൈസ്മെന്റ് എങ്ങനെയാ? എടാ വക്കീല് പോവാ. നാളെ കേസുണ്ട്. എന്ത് കേസ്? ഷഡിയാട്ട കേസാ? ഒരു കേസും ഇല്ല. നിനക്ക് ആകെ കേസ് വരുന്നത് ഞാനല്ലടാ. സത്യം പറ. നീ വെറുതെ ഇല്ലാത്ത പറയല്ല. നോക്കട്ടെ എന്റെ മിസ്റ്റേക്ക് അല്ലടാ. റൂട്ടറിൽ അങ്ങനെ ഒരു പണിയിട്ട് എന്റെ മിസ്റ്റേക്ക് അല്ല. അവര് പറഞ്ഞതെല്ലാം ഓക്കെയാന്ന് ചെയ്തോ. ആഡിന്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടല്ലടാ.
ഇല്ല നീ റാമോനെ പോലെ മണ്ടന്മാർ എന്ത് ചെയ്യാറ് നേരെ പോയിട്ട് അവിടെ നിന്ന് ചാടാൻ നോക്കും പക്ഷെ അങ്ങനെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണ്ട ആദ്യം ഇതിനെ പോയിട്ട് തിരിച്ചു പോവാ പിന്നെ രണ്ടാമത് ഇത്ര പോയിട്ട് തിരിച്ചു പോവാ മൂന്നാമത് ഇത്ര പോയിട്ട് തിരിച്ചു പോവാ മുന്നാടുക്കടാ നാലാമത് ഇത്ര പോയിട്ട് തിരിച്ചു പോവാ ഐക്യം ഉണ്ടടാ ഇപ്പൊ കാണാം ഐക്യം ഇപ്പൊ കാണാം ആണോ കാണാം ഇതിൽ കേറാൻ പറ്റൂല നോക്കോ പറ്റൂല എന്തെങ്കിലും പോകും എന്തായാലും പറ്റൂല നമുക്കൊന്നും ഇത് മോളുന്നായിരിക്കും പണി വരാം മോളുന്നായിരിക്കും പിന്നെ ഇത് ചാടുമ്പോ കുഴി തുള്ളിക്കോ ചാടുമ്പോ കുഴി മാറുന്നായിരിക്കും അല്ലേ ഇല്ല ഇത് നമുക്ക് ആദ്യം പറയാൻ പറ്റൂല അങ്ങനെ ഒരു സംഭവം എടാ മുള്ളു മാത്രല്ലേ ഉള്ളൂ ഇതെന്താ അല്ലല്ല തൂണലും വരും അടിയിൽ തൂണ് പറഞ്ഞതിന് ഓടി രക്ഷപ്പെട്ടോ ഇത് ചുമ്മാ അങ്ങോട്ട് ഓടും പൊടി കാണാൻ പറ്റണ്ടേ ആട് കാണാൻ നമ്മൾ കളിക്കുന്നത് എന്താണ് ബാഡ് എനിക്ക് ഇപ്പൊ മനസ്സിലാകുന്നു ഇതാണല്ലേ നിങ്ങളെല്ലാം അനുഭവിക്കുന്നത് എനിക്ക് ഇപ്പഴാണ് മനസ്സിലാകുന്നത് എന്തൊരു മടുപ്പാന്ന് ഈ ആഡ് വരുന്നത് ചൊറ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ യൂട്യൂബിൽ എന്റെ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ആഡ് വരുന്നുണ്ടോ കയ്യും കണ്ണല്ല പോയടാ ജീവിതം ഇതൊന്ന് ഓർമ്മിച്ചു ഇവിടെ അടിച്ചിട്ട് ഇന്ന താഴേക്ക് ഇടും ആ തൂണിന്റെ മുകളിൽ തിരിച്ചു ആ തൂണിന്റെ മുകളിൽ ചാടാൻ നോക്ക് അതിനൊന്നും ആവില്ല ഒരു പ്രശ്നമില്ല ഒരു വർഷം അങ്ങനെ നിനക്കറിയാം നല്ല കയറി നീ കളിച്ചിട്ടുണ്ട് നേരെ പോണ്ട നിനക്കേ തിരിഞ്ഞോടുക പകുതി വരെ പോയിട്ട് തിരിഞ്ഞോടിക്കാം പകുതി വരെ തിരിച്ചോടുക ഡോറിന്റെ അടുത്താണ് പണി മിണ്ടാണ്ടിക്കടാ അപ്പൊ ഇത് ചാടി കിടക്കാൻ വേണ്ടതോ മതി ചാടു കളിക്കുന്ന ലാപ്പിന് നെറ്റ് ഒഴിവാക്കുവാണോ ആഡ് വരാണ്ടിരിക്കാൻ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഇല്ല പിന്നെ ഗിഫ്റ്റ് അൺബോക്സ് ഒരു സ്ട്രീമിംഗ് ആണെങ്കിൽ ഒരു 100 ഗിഫ്റ്റ് വേണം ആകെ 4-5 എന്തെങ്കിലും കഞ്ചാവലും കുത്തി ഉറച്ചിട്ടല്ലേ അയച്ചിട്ടുണ്ടോ പറയാൻ പറ്റില്ല അങ്ങനത്തെ പണി നമുക്ക് ഞാൻ മറന്നുപോയി ഓക്കെ അപ്പൊ ആദ്യം ഈ സാധനം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഓടി രക്ഷപ്പെടല തൂണ്ട മുകളിൽ ചാടാം ഇല്ല അല്ല ഓടി രക്ഷപ്പെടല ഉറപ്പാ ആഡ് വരും നായിന്റെ ഓടിക്കോ ഓ ഇതിന്റെ മുകളിൽ കൂടെ തൊടാൻ പറ്റുമോ അപ്പൊ നീ കളിച്ചിട്ടുണ്ടാ ഇത് ബുദ്ധിയാണ് അപ്പൊ രണ്ടാമത് ചാടണം എന്ത് തെറ്റും നെറ്റ് ഓഫ് ആക്ക് അപ്പൊ ആഡ് പോകുന്നു ശരിയാണ് നെറ്റ് ഓഫ് സ്ട്രീം ഓഫ് ആവൂലേ സ്ട്രീം പൊട്ടനാണ് ബുദ്ധിയിലാണ് നിൽക്കുന്നു അയ്യോ തിരിഞ്ഞാടാ നിക്ക് വരുമോ ചിലപ്പോ ഇല്ല ഇനി വരൂല അതിന്റെ മുകളിൽ കയറി തുള്ളലാന്ന് മച്ചാനെ ഇല്ല അവര് ബോട്ട് പോലെ എന്നൊരു സീനും വരാനില്ല അല്ല പറഞ്ഞപ്പോഴത്തേക്ക് വന്നത് ഇപ്പോഴും കുഴി വരും ഈ മൗസ് എന്തിനാ മൗസ് വേണ്ടല്ലോ നമുക്ക് ഇറക്കാൻ വേണ്ടി ഓക്കെ അവിടെ നിക്കണം എന്റെ മോനെ ഇത് ഉണ്ടാക്കിയവന്റെ തല ഒന്നായിരിക്കുമല്ലേ ഇതിപ്പോ എത്ര ലെവല് കഴിഞ്ഞ് 1 2 3 4ാമത്തെ ലെവലേ എത്തിയിട്ടുള്ളൂ ഇതുവരെ എത്ര ലെവലുണ്ട് എത്ര ലെവലുണ്ട് അയ്യോ മൊത്തം 10 20 30-40 ലെവലേ ഉള്ളൂ ഇത് കളിച്ചു തീർക്കാൻ പറ്റുമോ പറ്റും
കളിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ടോ? കുറെ ആൾക്കാരാക്കി എന്നെ പോലത്തെ ബുദ്ധിമാൻ അങ്ങനെ നീ കളിക്കണം. സോളോ 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 സോളോ. കുറെ സമയം സോളോ എന്ന് പറയുന്നത്. ഇതെന്താ ഈ സാധനം കൊല്ലോ? ഈ സാധനത്തിന് മുകളിൽ കയറാൻ പറ്റാതെ ഇത് തട്ടിയാൽ ഞാൻ മരിക്കോ? അത് ഇടുവാന്ന് ഇടുവാ? അപ്പൊ തിന്നാൻ പറ്റോ? പിടിക്ക്. എടാ കാര്യം പറ. പറ്റും പിടിക്ക്. അത് നോക്ക് ലഡു എടുത്ത് ആക്രാന്തം പാടില്ല. നമ്മളെ പറ്റിച്ചല്ലേ മനസ്സിലായി. ചാടി പഠിച്ചില്ല കാണണ്ട്. അപ്പൊ ഈ താഴേക്കുള്ള ലഡു എന്തിനാ നമ്മളത്? വേണ്ട. ആ താഴെ പോകുന്ന പ്രലോഭിപ്പിക്കാനാ. അത് കണ്ട നമ്മള് ശരത്തിൽ ഞാൻ നിർത്താം. കഴിക്കാൻ പറ്റില്ല. നെറ്റ് ഓഫ് ആക്കാ. സ്പീഡ് ലൈവ് വന്നോ? ഇതെങ്ങനാ? ആ മറ്റേ പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പം പറഞ്ഞില്ല. ഇതങ്ങനല്ല. ഇത് ലഡു മുകളിൽ നമ്മള് കണ്ടിട്ടില്ല ഇത് നമ്മൾ ഒരു ലഡു എടുക്കുക എന്നിട്ട് തിരിച്ചു തൊള്ളുക. അങ്ങനെയല്ല, എനിക്കൊന്ന് ലഡുവിന്റെ മുകളിൽ. അപ്പൊ ഈ ലഡു ഇല്ലേ തിന്നാൻ പറ്റൂല. ഡ്യൂപ്ലിക്കേറ്റ് ലഡുവാ. അത് മേട്ട് ഓടാൻ പറ്റും. ഓടാൻ പറ്റുമോ? ആകെ ഒറിജിനൽ ലഡു ഉണ്ട്. അത് ഒറിജിനൽ അല്ല. ഓക്കെ ഓക്കെ മനസ്സിലായി. അതായത് ഇവിടം വരെ ഒറിജിനൽ. ഈ ലഡു ഒറിജിനൽ അല്ല. അത് ബുദ്ധിയില്ല. സോറി ലാസ്റ്റത്തെ ലഡു വെച്ച് ബാക്കിയെല്ലാം തിന്നാൻ പറ്റില്ല. ചാടിക്കും. അത് തിന്നാം. അതൊന്നും അത് ലാസ്റ്റ് ഒന്നാ ഇത്ര വേർത്തില്ല. അപ്പൊ ഇതിൽ ഏതാ ഒറിജിനൽ ലഡു? അത് തിന്നാൻ പറ്റുന്നേ. അത് തിന്നാം. എല്ലാം തിന്നാൻ പറ്റും. പറ്റിച്ച് അത് ഞാൻ പറഞ്ഞു. അപ്പൊ അത് തട്ടരുത്. അത് സ്പീഡിൽ പോണം. അല്ലല്ല സ്പീഡിൽ പോണം. ഈസി. ആ ഒരു ലഡു ബാക്കിയുണ്ട്. സ്പീഡ് എന്തിയാ? ലൈവ് വന്നാന്നോ മോനെ? കയ്യില് റൈഡൊന്നും ഇല്ല. ഓൾറെഡി ഞാൻ കൊറേ തെറി കേട്ട് എന്റെ കയ്യിലിറക്ക്. നടക്കത്തെ പണിയായിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? നടക്കത്തെ ലഡു പണിയായിരിക്കും. അതെന്താ എയറിൽ നിൽക്കുന്നത്? രണ്ടാമത്തെ ലഡുന്ന് ചാടണം. ചാടിക്കോ. ലഡു പറ്റിച്ച് ഞാൻ പറഞ്ഞ ലഡുവിന്റെ വേറെ തുള്ളിക്കളി. ഇതൊരു ഫ്രസ്ട്രേറ്റ്. സ്കിപ്പ് അടിക്കാലിത്. അത് പരസ്യം കണ്ടുവരും. സ്കിപ്പ് ചെയ്യട്ടെ. ഇത് രസൂല. എന്തോ വലിയൊരു പണിയാണ്. പക്ഷെ ഇത് ഭയങ്കര അഡിക്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അഡിക്റ്റിങ്. അല്ല ലഡു എല്ലാം എടുക്കുക. അതാ അഡിക്റ്റിങ്. ലഡു ദശകളല്ലേ? ലഡു ലഡു തിന്നണ്ട. ലഡു വേണ്ട, എനിക്ക് ജയിച്ചാ മതി. ഓട്. അല്ല സ്കിപ്പ് ചെയ്യണോ? സ്കിപ്പ് ചെയ്യണോ? ഒന്ന് പറ. സ്കിപ്പ് ചെയ്യണോ? രസമില്ലല്ലോ. ഇല്ല രസമില്ല. എന്താ? റൈറ്റ് നോക്കിയാൽ ലെഫ്റ്റ് പോവും. ഇതെല്ലാം കൂടി ഇനി അങ്ങോട്ട് വരും. ലാസ്റ്റത്തെ പണിയാണ്. ഒരു പണിയും ഇല്ല. എടാ സംഭവം ഞാൻ സത്യം ഞാൻ പൊട്ടരല്ല. ഇതെന്താ സംഭവം അറിയോ? നമ്മൾ റൈറ്റ് വെക്കുമ്പോ ലെഫ്റ്റാ പോകുന്നത്. ഇത് അവരങ്ങനെ ചെയ്തിട്ടുള്ള ഈ ലെവല് മറന്നു. ആ ലെഫ്റ്റ് വെക്കണോ? ഞാൻ ലെഫ്റ്റ് വെക്കുമ്പോ അത് റൈറ്റിലേക്ക് പോകുന്നത്. പോയി വേ ഓടണേ. അത് പിന്നെ അതിന്റെ മേലെ വേഗം ഓടാൻ പറഞ്ഞു. അങ്ങനല്ല. അത് മേലെ പോയിട്ട് അത് ഓടിക്കും. അത് അങ്ങനെ അള്ളാ ചേച്ചി എന്താ ഇപ്പൊ എന്താ പണി വരും? മുകളിൽ പോകും. മുകളിൽ നല്ല ഇത് മോളിൽ പോയി കുത്തുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് എത്തുള്ളൂന്നല്ലേ. ഇവിടെ ഭയങ്കര ഹൈറ്റില് ജമ്പാവും. ആകർഷണം കൂടുതലാണ്. ഇങ്ങനെ മനസ്സിലായോ? ഇല്ല ഇത് സീന. ഇതെങ്ങനെ ചപ്പ ഞാനൊരു ഗെയിമർ തന്നെ മോലെ. ഇത് മറ്റേതാണ്. ലെഫ്റ്റ് വെക്കാ റൈറ്റ് ആവുന്ന സംഭവം. ഇപ്പൊ മാറി. മാറും.
ചാട്ടം പോകുന്ന എനിക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് ഓടിക്കയറും. മതിയില്ല ലാസ്റ്റ് ലെവൽ ഇപ്പൊ നീ ആ അറ്റത്ത് പോ. തൂങ്ങി പിടിച്ചു അറ്റത്തോന്ന് പറഞ്ഞാ നിനക്ക് അറ്റത്ത് കൊണ്ടാ. നടുവിലോ ഇവിടെ നിൽക്കണ്ട കേട്ടാ. തുള്ളിക്കോ ചാടിക്കയറിക്കോ. മതി ഷാൻ. എടാ മതി അടങ്ങാറ് പിടിച്ച ഗെയിമാണ്. ഓക്കെ.